ഇതിൻ്റെ ടോപ്പിക് എന്ന് വരുന്നത് എവല്യൂഷൻ ഓഫ് എ ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ലോകത്തിൽ ഒരു എഞ്ചിനെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ ഇത്രയും വർഷമായിട്ട് എന്തൊക്കെ ചെയ്തു, ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എ കൊണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനാണ്. ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാൻ മെഷീൻ തിങ്ക് ഇന്ന് കോവർക്കേഴ്സിനോട് ചോദിച്ചു. ഇന്ന് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇന്ന് കാണുന്ന എ എന്നുള്ളൊരു ഇത് വന്നത്. ആദ്യം ഈ എ ജസ്റ്റ് ഒരു സിംബോളിക് ലോജിക് അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ആയിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ എ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സോങ് വേണമെന്നുണ്ടെങ്കിൽ ആ സോങ് ജനറേറ്റ് ചെയ്ത് തരും. ഈവൻ ഒരു സിനിമ അടക്കം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു എ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ എവല്യൂഷനെ പറ്റിയിട്ട് നോക്കാം. ഇത് നമുക്ക് 3 ഫേസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ്. ഇത് 1960 to 2000 ആണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത്. ഇന്ത്യയിൽ തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇന്ത്യ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മൊത്തം അവർക്കൊരു വിഷൻ മാത്രം. ഈ വിഷൻ എന്ന് പറയുന്നത് ഒരു ബുക്ക് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഉള്ളിൽ മാത്രം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് ഇവർ റിസർച്ചൊക്കെ നടത്തിയത് IIT അല്ലെങ്കിൽ IIS പോലീസ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഒരു ബുക്കിലായിട്ട് മാത്രം, അതായത് തിയറിറ്റിക്കലി മാത്രമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ISRO DRDO പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സിമുലേഷൻ സോഫ്റ്റ്വെയറും റൂൾ ബേസ്ഡ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അത് മോസ്റ്റ്ലി ഡിഫൻസ് അല്ലെങ്കിൽ സ്പേസ് മിഷൻസിലൊക്കെ ആയിരുന്നു ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഇല്ല, അതല്ലെങ്കിൽ വലിയൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഇല്ല. പിന്നെ ഇതുകൊണ്ടൊക്കെ ഈ റിയൽ വേൾഡ് ആപ്ലിക്കേഷനൊന്നും നമുക്ക് ഇന്ത്യക്ക് ഭയങ്കര കുറവായിരുന്നു. മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ, അതേപോലെ എക്കണോമി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പോവർട്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവമൊക്കെ ആയിരുന്നു മെയിനായിട്ട് ആ ടൈമിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ IT ഫീൽഡ് അല്ലെങ്കിൽ ഹൈ എൻഡ് ടെക് ഫീൽഡൊക്കെ ഇവർ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേസ് 2 ആണ്. അതായത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്. ഇത് വരുന്നത് 2000 to 2015 ടൈം പീരീഡിലാണ്. ഈ ഒരു ടൈം പീരീഡിലായിരുന്നു ഇന്ത്യ എയിലേക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടിയ കാലം. അതായത് 1991 ശേഷം ലിബറലൈസേഷൻ കഴിഞ്ഞിട്ട് ഇൻഫോസിസ്, TCS, വിപ്രോ പോലുള്ള കമ്പനീസ് IT സർവീസൊക്കെ എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് ഇന്ത്യ ഡിജിറ്റൽ ബാങ്കിൽ സ്ട്രോങ്, അതായത് ലോകം മൊത്തം ഒരു സ്ട്രോങ് ഒരു IT ഇത് കാണിച്ചു കൊടുത്തു. ആ ഒരു ടൈമിലാണ് നമ്മൾ ആധാർ പോലുള്ള പ്രൊജക്ട്സൊക്കെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു പ്രൊജക്റ്റിൽ അറൗണ്ട് 1 ബില്യൺ പ്ലസ് ആൾക്കാർ ഈ ഡാറ്റ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്തു. ഇത് നമുക്ക് ഇന്ത്യയിൽ ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു AI ഇന്ത്യക്ക് ഒന്നുകൂടി ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റി ഈ ഒരു ആധാർ ഇതുകൊണ്ട്. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അതേപോലെ സ്മാർട്ട് ഫോണ് ഇതൊക്കെ ഒന്നുകൂടി പോപ്പുലർ ആയിപ്പോയി. പിന്നെ റിസർച്ച് ലാബിൽ NLP, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതുപോലെ റീച്ച് റെക്കഗ്നൈസേഷൻ, പാറ്റേൺ ലേണിംഗ് പോലുള്ള ഏരിയാസിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു തുടങ്ങി ഇന്ത്യ. അതും മെയിനായിട്ട് അവരെങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കലി, പണ്ട് നമ്മളെല്ലാം തിയറിറ്റിക്കലി ആയിരുന്നു, ഒരു ബുക്കിൻ്റെ ഉള്ളിൽ കുറച്ച് നോട്ട് ചെയ്ത് വെച്ച് അവിടെ വെക്കുക. ബട്ട് ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തിയറിറ്റിക്കാരിലും കൂടുതൽ അവർ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങി. പിന്നെ IIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതേപോലെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഇവരെല്ലാം AI അൽഗോരിതംസ് ആൻഡ് ഡീപ് ലേണിങ്സ് റിസർച്ചും ഈ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനും അതേപോലെ കോർപ്പറേറ്റ്സിനൊക്കെ ഈ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടി. കാരണം ഇന്ത്യ ഇതിലേക്ക് റെഡിയാണെന്നുള്ളത്. പിന്നെ അവർ ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റിയിലാണ് ഇവർ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തത്. അതായത് AI ട്രാഫിക് ആൻഡ് സർവൈലൻസ് ടെസ്റ്റ് ചെയ്തു. അത് എന്താ പറയുക, ഈ ഇന്ത്യ AIക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്തത്. കാരണം തിയറിറ്റിക്കലി മാറിയിട്ട് ഇവർ ടോട്ടലി പ്രാക്ടിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തൊരു ടൈമായിരുന്നു ഇത്. തേർഡ് ഫേസ് വരുന്നത് നാഷണൽ സ്ട്രാറ്റജി ആൻഡ് ഇൻ്റഗ്രേഷൻ, അതായത് 2015 to present ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. അത് 2018 NITI ആയോഗ് ഒരു സ്ട്രാറ്റജി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
AI for Owl എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ട്രാറ്റജി ഇന്ത്യൻ AI ഒഫീഷ്യലി ഒരു AI മോഡിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തൊരു തുടക്കമായിട്ടായിരുന്നു ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് മെയിനായിട്ട് ഇത് 5 സെക്ടറിലായിട്ടാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹെൽത്ത് കെയർ, ഒന്ന് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സ്മാർട്ട് സിറ്റീസ്, പിന്നെ സ്മാർട്ട് മൊബിലിറ്റി. ഇന്ന് മെയിൻ 5 സെക്ടറിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിൽ AI ടൂൾസ് ലൈക്ക് എക്സ്റേ, പിന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ ഇതിനൊക്കെ യൂസ് ചെയ്തു. അഗ്രികൾച്ചറിലാണെന്നുണ്ടെങ്കിൽ വെതർ പ്രൊഡക്ഷൻ, പിന്നെ അതേപോലെ ക്രോപ്പ് മോണിറ്ററിങ് ഒക്കെ AI വെച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. എഡ്യൂക്കേഷനിലാണെങ്കിൽ AI പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അതായത് നമ്മൾ ഫസ്റ്റ് ബൈജൂസ് ആപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൊതുവെ ഇല്ല. ഇതൊക്കെ AI പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്മാർട്ട് സിറ്റീസിലൊക്കെ സർവൈലൻസ് ആൻഡ് ട്രാഫിക് ഓട്ടോമേഷൻ ഇതൊക്കെ AI വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജിലും AI നന്നായിട്ട് വളർന്നു വന്നു. കാരണം എന്താ വെച്ചാൽ ഭാരതി AI പറഞ്ഞിട്ടുള്ള ഒരു AI ഉണ്ട്, അത് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ കണ്ടുപിടിച്ച കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇഗ്നോ എന്നുള്ളൊരു AI കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് TCS ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, മെയിനായിട്ട് അറ്റോണമസ് IT ഓപ്പറേഷനിൽ വേണ്ടിയിട്ട്. പിന്നെ ആര്യ AI പറഞ്ഞിട്ടൊരു AI ഉണ്ട്, അത് മെയിനായിട്ട് ഡീപ്പ് ലേണിംഗ് ടൂളാണ് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ആര്യനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ്, അതും ഫുള്ളി ഡെവലപ്പർ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഹാപ്റ്റിക്കും പറഞ്ഞിട്ട് ഇപ്പോൾ ഫെമിലർ ആയിരിക്കാം. ഇപ്പോൾ മുംബൈയിലാണ് അത് ഫസ്റ്റ് ബിൽഡ് ചെയ്തത്. ഇപ്പോൾ 2019 അത് റിലയൻസ് ജിയോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിൻ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇന്ത്യ AI പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇത് മെയിനായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോം, അത് ഫുള്ളി ഇന്ത്യ ബിൽഡ് ചെയ്തൊരു AI പ്ലാറ്റ്ഫോമാണ്. താങ്ക് യു.